നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ പോരാട്ടം ഞായറാഴ്ച നടക്കാൻ പോവുകയാണ്. ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ആത്മവിശ്വാസത്തിൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ ന്യൂസിലാൻഡിനോട് മുട്ടുകുത്തിയ ക്ഷീണത്തിലാണ് പാകിസ്ഥാന്റെ വരവ്. രണ്ട് ടീമുകൾക്കും സെമിയിലെത്താൻ വിജയം നേടേണ്ടത് അനിവാര്യമാണെന്ന് തന്നെ പറയാം. പാകിസ്ഥാനെതിരെ ഏറ്റവും മികച്ച നിരയെ തന്നെ ഇറക്കി ഇന്ത്യക്ക് ജയം നേടേണ്ടതായുണ്ട്. പാകിസ്ഥാൻ കരുത്തിലുള്ള നിരയാണെങ്കിലും പരിക്കും മോശം ഫോമും ടീമിനെ തളർത്തുകയാണ്. ഇത് ഇന്ത്യക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. പാകിസ്ഥാനെതിരെ സൂപ്പർ പോരിനിറങ്ങുന്ന ഇന്ത്യക്ക് തലവേദനയാകുന്നത് പ്ലേയിങ് 11 തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. KL രാഹുൽ, ഋഷഭ് പന്ത് എന്നിവരിൽ ആരാണ് വിക്കറ്റ് കീപ്പറായി വേണ്ടത് എന്നാണ് ഇതിൽ ഉയർന്നു നിൽക്കുന്ന ചോദ്യം. ഇന്ത്യ KL രാഹുലിനെ പുറത്തിരുത്തി ഋഷഭ് പന്തിനെ പാകിസ്ഥാനെതിരെ കളിപ്പിക്കണം. ഇതിന് ചില കാരണങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. KL രാഹുൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ റോളിലാണ് കളിക്കുന്നത്. താരത്തിന്റെ വിക്കറ്റിന് പിന്നിലെ പ്രകടനം ശരാശരിയാണെന്ന് തന്നെ പറയാം. മികച്ച ക്യാച്ചുകൾ നേടാൻ രാഹുലിന് സാധിക്കുന്നുണ്ട്. എന്നാൽ സ്റ്റെമ്മിങ്ങിന്റെ കാര്യത്തിൽ രാഹുൽ മോശം തന്നെയാണ്. റൺഔട്ട് അവസരങ്ങളിലും മികച്ച വേഗം രാഹുലിനില്ല. ഇത് ഇന്ത്യക്ക് തലവേദനയാകുന്ന കാര്യമാണ്. ബംഗ്ലാദേശിനെതിരെ രാഹുലിന്റെ മോശം കീപ്പിംഗിൽ നായകൻ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും എല്ലാം അതൃപ്തി ഉണ്ടായിരുന്നു. പരിശീലകൻ ഗൗതം ഗംഭീറിനും രാഹുലിന്റെ പ്രകടനം സംതൃപ്തി നൽകുന്നതായിരുന്നില്ല. ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വിക്കറ്റിന് പിന്നിലേക്ക് ഋഷഭ് പന്ത് തിരിച്ചെത്തേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം. രാഹുൽ പിഴവ് വരുത്തുമ്പോൾ നിരാശയുടെ ബെഞ്ചിലിരിക്കുന്ന ഋഷഭിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. നിലവിൽ ഇന്ത്യ രാഹുലിനെ കളിപ്പിക്കുന്നത് 6ാം നമ്പറിലാണ്. രാഹുലിന്റെ ശൈലി നോക്കുമ്പോൾ ഒട്ടും ചേരാത്ത ബാറ്റിംഗ് പൊസിഷനാണ് ഇത്. 6ാം നമ്പറിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ രാഹുലിന് അതിവേഗത്തിൽ റൺസ് ഉയർത്തേണ്ടതായി വരും. എന്നാൽ രാഹുലിന് ഇത് സാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം. ബംഗ്ലാദേശിനെതിരെ 3 തവണയാണ് രാഹുലിന് ലൈഫ് ലഭിച്ചത്. 9 റൺസിൽ താരത്തിന്റെ അനായാസ ക്യാച്ച് ബംഗ്ലാദേശ് നഷ്ടപ്പെടുത്തുകയായിരുന്നു. എന്നാൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ അവസാന ഓവറുകളെല്ലാം നന്നായി മുതലാക്കേണ്ടതായി ഉണ്ട്. രാഹുലിനെ കൊണ്ട് ഇതിന് സാധിക്കും എന്ന് കരുതാനാകില്ല. ഈ റോളിൽ രാഹുലിനേക്കാൾ മികച്ചവൻ ഋഷഭാണ്. രാഹുലിനേക്കാൾ മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ ഋഷഭിന് സാധിക്കും. ഫിനിഷർ റോളിൽ ഇന്ത്യ രാഹുലിനെ കളിപ്പിക്കുന്നതിലും നല്ലത് ഋഷഭിന് അവസരം കൊടുക്കുന്നതാണ് ടീമിന് കൂടുതൽ ഗുണകരമായി മാറുക. ഋഷഭ് പന്ത് ഇന്ത്യയുടെ പ്ലേയിങ് 11 ഉള്ളത് എതിരാളികൾക്ക് കൂടുതൽ സമ്മർദ്ദം നൽകുന്ന കാര്യമാണ്. ഋഷഭ് പന്ത് ഇന്ത്യയുടെ എക്സ് ഫാക്ടർ താരമാണ്. ഒറ്റയ്ക്ക് മത്സര ഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളവരാണ് ഋഷഭ് പന്ത്. അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ള താരത്തിന് സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ കടന്നാക്രമിക്കാനും മികവുണ്ട്. ഇടം കൈ താരമായ ഋഷഭ എതിർ ബൗളർമാരെ സമ്മർദ്ദത്തിലാക്കുന്ന ബാറ്ററുമാണ്. രാഹുലിന് ഈ കഴിവ് അവകാശപ്പെടാൻ സാധിക്കില്ല. ഋഷഭ് പന്ത് മത്സരത്തിന്റെ ആവേശം ഉയർത്തുന്ന താരം കൂടിയാണ്. മറ്റൊരു ഇന്ത്യൻ താരത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത തരത്തിൽ മത്സരത്തിൽ ആവേശം കൊണ്ടുവരാൻ ഋഷഭിന് സാധിക്കും. ബെഞ്ചിലിരുത്തി നഷ്ടപ്പെടുത്തേണ്ട പ്രതിഭയല്ല ഋഷഭ. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഋഷഭിനെ കളിപ്പിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ICC ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിനേക്കാൾ പൊടിപാറുന്ന ഒരു മത്സരമായിരിക്കും ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വരുമ്പോൾ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടമാണ് ഇരു കൂട്ടർക്കും ഉള്ളത്. ജയം നേടുകയാണെങ്കിൽ മാത്രമേ പാകിസ്ഥാന് മുന്നോട്ടുള്ള വഴി ഇനി തെളിയുകയുള്ളൂ. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചും തോൽക്കാതിരിക്കാൻ പരമാവധി അവർ ശ്രമിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം.